നമസ്കാരം. റെയിൽവേ റിക്രൂട്ട്മെന്റ് കോഴ്സിന് പഠിക്കുന്ന പെൺകുട്ടികൾക്ക് നേരെയുണ്ടായ അശ്ലീല ആംഗ്യവും കമന്റടിയും ചോദ്യം ചെയ്തതിന് അവരെ ക്രൂരമായി മർദ്ദിച്ച സംഘത്തിന്റെ തലവൻ അക്ബർ അലി പി മുൻപും ഗുരുതരമായ ക്രിമിനൽ കേസുകൾ ഉൾപ്പെട്ടിട്ടുള്ളയാളാണെന്ന് പോലീസ് കണ്ടെത്തൽ. കഴിഞ്ഞ ജൂലൈയിൽ കൊച്ചിയിൽ ഹൈടെക് പെൺവാണിഭ കേന്ദ്രം നടത്തിയതിന്റെ പേരിൽ ഇയാൾ അറസ്റ്റിലായിരുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ യുവതികളെ കൊച്ചിയിൽ എത്തിച്ചായിരുന്നു അക്ബറിന്റെയും കൂട്ടരുടെയും പ്രവർത്തനം. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം പ്രവർത്തിച്ചിരുന്ന ഈ അനാശാസ്യ കേന്ദ്രത്തിൽ കഴിഞ്ഞ ജൂലൈയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ അസം, ബംഗാൾ സ്വദേശികളായ 6 യുവതികളെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് ഇവരെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. നിലവിൽ പെൺകുട്ടികളെ ക്രൂരമായി മർദ്ദിച്ച ശേഷം ഒളിവിൽ പോയ അക്ബറിനെയും മറ്റ് പ്രതികളെയും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അലി പി ആയിരുന്നു ഈ പെൺവാണിഭ സംഘത്തിന്റെ പ്രധാന സൂത്രധാരനെന്ന് പോലീസ് അന്വേഷണത്തിലും തെളിഞ്ഞിരുന്നു. ഇയാളുടെ നാട്ടുകാർ തന്നെയായ മൻസൂർ അലി എ, ഷെഫീഖ് പി എന്നിവരും അന്ന് അറസ്റ്റിലായവരിൽ ഉൾപ്പെടുന്നു. ഓൺലൈൻ വഴി എസ്കോർട്ട് സർവീസിന് സ്ത്രീകളെയും പുരുഷന്മാരെയും നൽകുന്ന പ്രത്യേക മൊബൈൽ ആപ്പിലൂടെയായിരുന്നു അക്ബറിന്റെയും കൂട്ടരുടെയും പ്രധാന ഇടപാടുകൾ. ഷെഫീഖിന്റെ പേരിൽ ഈ ആപ്പിലുള്ള അക്കൗണ്ട് വഴിയായിരുന്നു ആവശ്യക്കാർ ഇവരുമായി ബന്ധപ്പെട്ടിരുന്നത്. തുടർന്ന് യുവതികളുള്ള സ്ഥലത്തിന്റെ വിവരങ്ങൾ ഷെഫീഖ് ഇടപാടുകാരെ അറിയിക്കും. ഇവിടെ എത്തുന്ന ആവശ്യക്കാർ ലൈംഗിക ആവശ്യത്തിനായി 3000 രൂപയാണ് നൽകേണ്ടിയിരുന്നത്. ഈ തുക കൈപ്പറ്റിയിരുന്നത് പെൺവാണിഭ കേന്ദ്രത്തിൽ അക്ബർ അലിയുടെ പേരിൽ സ്ഥാപിച്ചിട്ടുള്ള QR കോഡ് വഴിയായിരുന്നു. പണം നൽകിയ ശേഷം അവിടെയുള്ള യുവതികളിൽ നിന്നും ഇഷ്ടമുള്ളവരെ ആവശ്യക്കാർക്ക് തെരഞ്ഞെടുക്കാം എന്നതായിരുന്നു ഇവരുടെ പ്രവർത്തന രീതി. ഇതിൽ 1000 മുതൽ 1500 രൂപ വരെയാണ് ഓരോ ഇടപാടിനും യുവതികൾക്ക് നൽകിയിരുന്നത്. ഇടപാടുകാരെ കൊണ്ടുവരുന്നതിനുള്ള കമ്മീഷനായി 750 രൂപ ഷെഫീഖിനോ മൻസൂറിനോ ലഭിക്കും. ബാക്കി തുകയാണ് ഉടമയായ അക്ബർ അലിക്ക് ലഭിച്ചിരുന്നത്. ഇടപ്പള്ളിയിൽ ഒരു അനാശാസ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ന് എളമക്കര പോലീസായിരുന്നു ആദ്യം അന്വേഷണം ആരംഭിച്ചത്. എന്നാൽ പോലീസ് അവിടെ എത്തിയെങ്കിലും പെൺകുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എങ്കിലും അവിടെ ഉണ്ടായിരുന്ന അക്ബറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിനിടെയാണ് കടവന്ത്ര പോലീസിന് മറ്റൊരു പെൺവാണിഭ കേന്ദ്രത്തെക്കുറിച്ച് കൃത്യമായ വിവരം ലഭിക്കുന്നത്. സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ കിഴക്കേ ഗേറ്റിനടുത്തുള്ള കർഷക റോഡിൽ ഒരു വീടായിരുന്നു ആ കേന്ദ്രം. കടവന്ത്ര പോലീസ് അവിടെ എത്തിയപ്പോൾ 6 യുവതികളും ഷെഫീഖും മൻസൂറും ഇടപാടിനായി എത്തിയ ചങ്ങനാശ്ശേരി സ്വദേശി വിഷ്ണുവും അവിടെ ഉണ്ടായിരുന്നു. തുടർന്ന് ഷെഫീഖിനെയും മൻസൂറിനെയും ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ കേന്ദ്രത്തിന് പിന്നിലെ അക്ബറിന്റെ പങ്ക് കടവന്ത്ര പോലീസ് മനസ്സിലാക്കുന്നത്. ഈ സമയം അക്ബർ എളമക്കര പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു. പിന്നീട് കടവന്ത്ര പോലീസ് അക്ബറിന്റെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തു. 20,000 രൂപ മാസവാടകയ്ക്കെടുത്ത കെട്ടിടത്തിലായിരുന്നു അന്ന് പെൺവാണിഭ കേന്ദ്രം നടത്തിയിരുന്നത്. പെൺകുട്ടികളെ ആക്രമിച്ച ശേഷം ഒളിവിൽ പോയ അക്ബർ നഗരത്തിൽ നടത്തിയിരുന്ന ഒരു ലോഡ്ജ് പോലീസ് ഇപ്പോൾ റെയ്ഡ് ചെയ്തിട്ടുണ്ട്. 3 നിലയുള്ള ഈ ലോഡ്ജിന്റെ 2ാം നില പൂർണ്ണമായും വാടകയ്ക്കെടുത്താണ് ഇയാൾ പെൺവാണിഭ കേന്ദ്രം നടത്തിയിരുന്നതെന്ന് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. 4 മുറികളുള്ള ഈ നിലയ്ക്കായി 1 ലക്ഷം രൂപയാണ് മാസവാടക ഇനത്തിൽ ഇയാൾ നൽകിയിരുന്നത്. ഈ സെക്സ് റാക്കറ്റ് ഇടപാടിൽ അക്ബറിന്റെ പങ്കാളികളായ ലോഡ്ജ് ജീവനക്കാരാണ് നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്ത 3 പേരിൽ 2 പേർ. കേസിൽ അക്ബർ, ഇയാളുടെ സുഹൃത്തുക്കളായ 2 യുവതികൾ, മറ്റു 2 പേർ എന്നിവരാണ് ഇനി പ്രധാനമായും പിടിയിലാകാനുള്ളത്. അതേസമയം അക്ബറിന്റെയും സംഘത്തിന്റെയും ക്രൂരമർദ്ദനത്തിനിരയായ പെൺകുട്ടിയെ ആശുപത്രിയിൽ നിന്നും ആദ്യം ഡിസ്ചാർജ് ചെയ്തിരുന്നെങ്കിലും ആരോഗ്യനില വീണ്ടും മോശമായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇയാൾ ഹോട്ടൽ നടത്തിപ്പിന്റെ മറവിൽ നഗരത്തിൽ ലഹരി ഇടപാടുകൾ നടത്തിയിരുന്നുവെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്.